Assalamualaikum. Welcome back to my channel. And a new year in the first video on this. So I'm gonna wish you all happy new year. So guys, new year ആയിട്ട് എന്താണ് മഷത്തോട് മേക്കപ്പ് പോലും ഇല്ലാതെ റോ ഫേസ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും. ആൻഡ് ഓഫ് കോഴ്സ് അങ്ങനെ റോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ഇടാനാണ് ഞാൻ വന്നത്. അത് നിങ്ങൾ കാണിച്ചിട്ട് മേക്കപ്പ് ഇടാമെന്ന് വിചാരിച്ചു. യൂഷ്വലി ഞാൻ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ സോണിനെ വെച്ചിട്ട് കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബട്ട് ദിസ് ടൈം ഫോർ എ ചേഞ്ച്, ഫോർ എ ന്യൂ ഇയർ ചേഞ്ച്, സോനു എനിക്കാണ് മേക്കപ്പ് ചെയ്യാൻ വന്നത്. And this is for the first time സോനു എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇതുവരെ സോനു കൊടുത്തിട്ടില്ലായിരുന്നു. സോ ഒരു ന്യൂ ഇയർ ആയിട്ട് ഒരു ചേഞ്ചസ് ഒക്കെ വേണ്ടേ. അപ്പോൾ സോനു ഇന്ന് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇന്ന് തൊട്ട് തുടങ്ങി. ഇനി വർഷേടി സോനു ആയിരിക്കും തോന്നുന്നത് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ഒരു ഡേ സോനു എന്നെ മേക്കപ്പ് ചെയ്യാനായിട്ട്. സോ വി തോട്ട് സിമ്പിൾ ആയിട്ട് ഒരു നോർമൽ മേക്കപ്പ് ലുക്ക് എന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് വേണം സോനു പല മേക്കപ്പ് വെറൈറ്റീസ് ഒക്കെ എന്നെ വെച്ച് ട്രൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ എപ്പോഴും എന്ത് മേക്കപ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിലും മേക്കപ്പ് ലുക്സ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നത് ഓൾവേസ് ഈബ കോസ്മെറ്റിക്സ് ആണ്. Because why EBA? എല്ലാവരും ചോദിക്കും like why always EBA? EBA is halal certified. Main thing അതാണ്, PETA certified ആണ്, and it's vegan and cruelty free ആണ്. So നമുക്ക് ഒരു ടെൻഷൻ ഫേസിന് എന്ത് പറ്റും, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്താൽ പറ്റുമോ, ഹലാലല്ലോ അങ്ങനെ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇറ്റ്സ് ഹലാൽ, നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്തൊരു കുറേ ബോക്സസ് ഉണ്ട്, 4 to 5 ബോക്സസ് ഉണ്ട്. പക്ഷെ കുറച്ച് പ്രോഡക്ട്സ് എനിക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ അടുത്തുള്ള പ്രോഡക്ട്സ് ആയിരുന്നു. പാക്കറ്റ് ഇല്ലാത്തത്, ബോക്സ് ആയിട്ട് ഉള്ളതൊക്കെ ഞാൻ ന്യൂലി ഓർഡർ ചെയ്തതാണ്. സോ ഇത്രയൊക്കെ പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. സോറി, ഇറ്റ്സ് നോട്ട് മീ, ഇറ്റ്സ് ബൈ സുഹാനിത. സോനാണ് ഇന്ന് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പോണേ. ആദ്യമായിട്ട് സോനു എന്താണ് എനിക്ക് ചെയ്യാൻ പോണത് പറയൂ. ഫസ്റ്റ് തന്നെ ഞാൻ പ്രൈമർ ഇടാൻ പോണേ. ഓക്കെ, സോ സോനു എനിക്ക് യൂസ് ചെയ്യാൻ പോണത് ഈബ കോസ്മെറ്റിക്സിന്റെ ഫോട്ടോ പെർഫെക്റ്റ് HD ഫേസ് പ്രൈമർ ആണ്. ഇത് പ്രീ മേക്കപ്പ് നമുക്ക് മാറ്റ് ജെൽ ബേസ് ആണ്. നമുക്ക് പ്രൈമേഴ്സ് പല ഇത് ക്രീം ബേസ്ഡ് അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. ഇറ്റ്സ് എ ജെൽ ബേസ്ഡ് മേക്കപ്പ് ലുക്സ്. നമ്മളെ മേക്കപ്പ് മോർ വൈബ്രന്റ് ആയിട്ട് ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു യൂസ് ഇബയുടെ ഫോട്ടോ പെർഫെക്റ്റ് HD ഫേസ് പ്രൈമർ. ഐ ജസ്റ്റ് ലവ് ദിസ്. നല്ലൊരു ഫിനിഷ് നമുക്ക് കിട്ടുന്നതാണ്. വിതൗട്ട് ദിസ് ഐ ആം നോട്ട് ഡൂയിങ് എനി മേക്കപ്പ്. ലോങ് സ്റ്റേ ആണ്. യാ, സീരിയസ്ലി ഇറ്റ്സ് എ ലോങ് സ്റ്റേ. സ്റ്റാർട്ട് ചെയ്യാല്ലേ? യെസ്, തുടങ്ങിക്കോ. ഈ വർഷം മൊത്തം സോനോട് എക്സ്പെരിമെന്റ്. അധികം തേക്കൂലേ, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തലയിട്ട് ഒരു തിരിക്കല് തിരിച്ചു, അതുപോലെ ഞാൻ തിരിക്കാം. അന്ന് എനിക്ക് ഐ ഗോട്ട് ഓൺലി 15 minutes. ഇന്ന് വേണ്ടത്ര ടൈം ഉണ്ട്. പതുക്കെ ചെയ്യാല്ലേ? ഇത് സോഫ്റ്റ് ആയിട്ട് ചെയ്യാം, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഇത് ഈ ഒരു പ്രൈമർ ഇടുമ്പോൾ തന്നെ വി ഫീൽ സോ സപ്പിൾ. സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിൾ ഫീൽ ചെയ്യുന്നതാണ്. Next. What next? Next is our foundation. Yes, definitely. Our foundation from EBA must have waterproof liquid foundation ആണിത്. Usually I just love liquid foundation. എനിക്ക് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് ഈസി ടു ബ്ലെൻഡ് ആൻഡ് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു ഫിനിഷ് ലുക്ക് കിട്ടുന്നതാണ്. ദാറ്റ് ടു ഫ്രം ഇബ പറയാറേ ഇല്ല. എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് പ്യുവർ ഐവറി ആണ്. They had got many shades, medium, natural എന്ന് പറഞ്ഞിട്ട് കുറേ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. എൻ്റെ ഇത് പ്യുവർ ഐവറി ആണ്. സോ ഇതിൽ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫുൾ കവറേജ്, മാറ്റ് ഫിനിഷ്, സ്വെറ്റ് പ്രൂഫ്, suitable for all skin types. നമ്മൾ ഫൗണ്ടേഷൻസ് ഒക്കെ മേടിക്കുമ്പോൾ വിൽ ബി സ്കെയർഡ് അബൌട്ട് ആ സ്കിൻ ടോൺ, സ്കിൻ ഒരു ടെക്സ്ചർ ആവട്ടെ, അതിനെ പറ്റിയൊക്കെ നമുക്ക്
പല ഇത് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും, അത് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ പറ്റുമെന്ന്. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ദ പ്രോഡക്ട്സ് ആർ സൂട്ടബിൾ ഫോർ എവറി സ്കിൻ ടൈപ്പ്. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ ഫൗണ്ടേഷൻ ഇങ്ങനെ സ്വെറ്റ് ആകുമ്പോൾ ഫുൾ പോവും, അങ്ങനെയൊക്കെ ലോങ് ലാസ്റ്റിംഗ് അല്ലായിരിക്കും. ഇത് സ്വെറ്റ് പ്രൂഫ് ആണ്, ലോങ് ലാസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം മേക്കപ്പ് ചെയ്തിട്ട് ഐ ക്യാൻ ഷൂട്ട് 2-3 ഷൂട്ട്സ് ഒക്കെ കഴിയുന്ന വരെ മേക്കപ്പ് ഒന്നും ഇതാവൂല, ഇറ്റ് സ്റ്റേസ്. സോണാണ് ഇന്നെല്ലാം ചെയ്യണ്ടേ, ഞാൻ ഹെൽപ്പ് ചെയ്യില്ല. ഞാനെല്ലാം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഞാൻ എൻ്റെ മുഖത്ത് അനുസരിച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. സിംഗിൾ ഷെയ്ഡ് എൻ്റെ 2 ഷെയ്ഡ് ഞാൻ മിക്സ് ചെയ്യും. ആ ഒരു ഓർമ്മയിലെടുത്ത് കുറച്ച് അവിടെ കണ്ണിൻ്റെ ഇടയിൽ കുറച്ച് നമ്മൾ ബ്ലെൻഡർ യൂസ് ചെയ്യണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. എനിക്ക് കൈയാണ് ഇഷ്ടം. ഫിംഗേഴ്സിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഫോർ സം പീപ്പിൾ ബ്ലെൻഡർ ആണ്, ഞാൻ സംടൈംസ് ബ്ലെൻഡർ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് അധികം ആൾക്കാരൊക്കെ ബ്രഷ് ഒക്കെ യൂസ് ചെയ്യും, ഫൗണ്ടേഷൻ ബ്രഷ് ഒക്കെ. ബ്രഷിൽ ഞാൻ അത്ര കംഫർട്ട് അല്ല, ബ്ലെൻഡർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഐ മേക്ക് ഇറ്റ് ബിറ്റ് വെറ്റ്. ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വെറ്റ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷ് കിട്ടുന്നത്. പിടിച്ച് ശരിയാണ്. സോനു ഇതുവരെ ചെയ്ത മേക്കപ്പിൻ്റെ എല്ലാം ഇതെന്നെ എടുക്കണമെന്ന് ഷീസ് ഡൂയിങ് ജെന്റ്ലി ആക്ച്വലി. ഞാനാണെങ്കിൽ വെക്കണം പറ്റൂല കിട്ടുള്ള. ആക്ച്വലി ഷീൽ ഡു. സോനു ആണെങ്കിൽ വേറെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കും. എനിക്ക് സെൽഫ് ചെയ്യാനാണ് എല്ലാം ഇഷ്ടം. ലൈക്ക് മേക്കപ്പ് ആവട്ടെ, ഹെയർ സ്റ്റൈൽസ്, ഹിജാബ്, എല്ലാം ഡ്രസ്സിങ്സ് ആവട്ടെ, എനിക്ക് സെൽഫ് ചെയ്യാനാണ് മോർ കംഫർട്ട് പിന്നെ ഇഷ്ടം. വേറെ ആൾക്ക് ചെയ്യുമ്പോൾ എനിക്ക് കൈ അത്ര ഇതാവൂല. ഞാൻ സോനു മാത്രം ചെയ്യും. സോനു എൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാവർക്കും ചെയ്യും. ഞാൻ ഉറക്കത്തിൽ ചെയ്യും. എൻ്റെ കസിൻസ് ഒക്കെ വീട്ടിൽ പോകുമ്പോൾ സോനുനെ ഇത് ബെഡിൽ നിന്ന് എണിപ്പിച്ചിട്ട് പോകും. അവൾക്ക് സ്കൂളിൽ സെലിബ്രേഷൻ ആണ്, നേരത്തെ പോകണം. അപ്പത്തേക്ക് ഞാൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അപ്പൊ തന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, ആ വാ ഇപ്പൊ തന്നെ അവിടെ ഉറക്കത്തിൽ ബ്രഷ് കൂടി ചെയ്തിട്ടില്ല, അത് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ളത് ഇപ്പൊ മറ്റേ ബ്ലെൻഡർ വെച്ചാണെങ്കിൽ നമുക്ക് ഈ എക്സ്ട്രാ ഇങ്ങനെ ഉണ്ടാവില്ല. കൈ വെച്ചപ്പോ മാക്സിമം നമ്മൾ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ബ്ലെൻഡർ യൂസ് ചെയ്യുന്നത്. എല്ലാ പ്രോഡക്ട്സും മാക്സിമം ബ്ലെൻഡ് ചെയ്താലേ സ്കിന്നിലോട്ട് നിങ്ങൾ ഇതാവുള്ളൂ. വെറുതെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം പാച്ച് ആയിട്ട് നിൽക്കും. മാക്സിമം ബ്ലെൻഡ് ചെയ്യാൻ നോക്കാം എല്ലാ പ്രോഡക്ട്സും. ബ്ലെൻഡർ കുറച്ച് നനച്ചിടുമ്പോൾ അത് എക്സ്ട്രാ ഉള്ളതൊക്കെ പൊക്കോളും. ചില ടൈമിൽ ഞാൻ ചെയ്യും, ഹറിബറി ഉള്ളപ്പോൾ കഴിയാൻ. ഓക്കെ, നമുക്ക് ഈ ഫൗണ്ടേഷൻ ഈ ചുണ്ടിൽ ഇടണമെങ്കിൽ ലിപ്സ്റ്റിക് മാറ്റ് ആയിട്ട് ഇരിക്കും, കുറച്ച് സ്റ്റേ ആവും. എക്സ്ട്രാ ചുണ്ടിലേക്കൊന്നും കൈ കൊണ്ടിട്ട് എന്റെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, സോ ഗൈസ് വി ആർ ഡൺ വിത്ത് ഫൗണ്ടേഷൻ. നെക്സ്റ്റ് എന്താണ് എനിക്കറിയില്ല ഗൈസ്. നെക്സ്റ്റ് നമ്മളെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇടാൻ പോണത് കോമ്പാക്റ്റ് ആണ്. ഇവ പെർഫെക്റ്റ് ലുക്ക് ലോങ് വെയർ മാറ്റിഫൈങ് കോമ്പാക്റ്റ് ആണ്. യൂഷ്വലി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എന്താണ് ഒരു മാറ്റ് ഫിനിഷ് ലുക്കാണ്. എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയാൻ റീസൺ മെയിനായിട്ട് വീഡിയോ എടുത്തോ ഇരിക്കുന്ന ആൾക്കാർ മാറ്റ് ഷെയ്ഡാണ്. ഞാൻ ഓരോ പ്രാവശ്യം ഭയങ്കര ഗ്ലോസി ആക്കി കളയും മേക്കപ്പ്. അത് തീരെ ഇഷ്ടമല്ല. നോസ് ചീക്ക് എല്ലാം ഞാൻ ഭയങ്കര ഗ്ലോസി ആക്കി കളയും. വേറെ എപ്പോഴും പറയാം അപ്പം മാച്ച് ചെയ്യാം. സോ അതിന് പറ്റിയ ഒരു കോമ്പാക്ട് പൗഡറാണ് ഇവയുടെ. നല്ല ഈവൻ ആയിട്ടുള്ള കവറേജ് കിട്ടും. ഓയിലി ഫ്രീ ലുക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര ഓയിലി ആയിട്ട് ചെയ്യുന്ന ടൈപ്പിലൊക്കെ ഹി ജസ്റ്റ് സേ ടു യൂസ് ദിസ് കോമ്പാക്ട് പൗഡർ. മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഇറ്റ് ഗിവ്സ് എ മാറ്റ് ഫിനിഷ് ആൻഡ് ഇൻസ്റ്റന്റ് സ്കിൻ ലൈറ്റനിങ് ആണ്. ഒറ്റടിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിൻ ഇങ്ങനെ ബ്രൈറ്റ് ആയ ഒരു ഫീലാണ് ഇതിടുമ്പോൾ കിട്ടാൻ പോകുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തതാണ്. ഈവൻ ഐ ഹാവ് അതർ ഷെയ്ഡ്
2 ഷെയ്ഡ് നാച്ചുറൽ കോറൽ ആൻഡ് മീഡിയം ഷെൽ 2 ഷെയ്ഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ നാച്ചുറൽ കോറൽ എന്ന് പറയുന്നത് കുറച്ച് ഡാർക്കർ ഷെയ്ഡാണ്. ഇഫ് യു വാണ്ട് സം ടാനി ലുക്ക്, കുറച്ച് ടാൻ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഷെയ്ഡ് യൂസ് ചെയ്യാം. നൗ ഐ എം നോട്ട് ഗോണ ഷോ ദിസ് ബിക്കോസ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു മീഡിയം ഷെല്ലാണ്. ഇറ്റ്സ് എ ലൈറ്റർ ഷെയ്ഡ്. ഇപ്പം നമ്മുടെ മേക്കപ്പിന് പറ്റിയൊരു ഷെയ്ഡാണിത്. എൻ്റെ ഓൾഡ് വൺ ഫിനിഷ് ആയതുകൊണ്ട് ഐ ജസ്റ്റ് ഓർഡർ ദ ന്യൂ വൺ. എന്നാൽ ഇപ്പോഴത്തെ മേക്കപ്പിന് ന്യൂ ഇയർ മേക്കപ്പിന് ഞാൻ യൂസ് ചെയ്യണേ ഉള്ളൂ. ഐ ഡിഡ്ന്റ് ഈവൻ യൂസ് ദിസ്. ഓക്കെ. എൻ്റെ നെറ്റിലൊന്നും ഇട്ടില്ലെങ്കിൽ പിന്നെ 2 കളറും ഒക്കെ പറയും. ബിക്കോസ് എനിക്ക് കുറെ ഹെയർസ് ഉണ്ട് ഗൈസ്, ബേബി ഹെയർസ് ഉണ്ട്. അപ്പം കളർ ഡിഫറൻഷ്യേറ്റ് മനസ്സിലാവും. നിങ്ങളാണെങ്കിലും ജസ്റ്റ് ലിഫ്റ്റ് യുവർ ഹെയർസ് ഈ പോർഷൻസിൽ ഇടുക. പിന്നെ നെക്ക് ഞാൻ അത്ര എപ്പോഴും നിങ്ങൾ ഇങ്ങനെ കാണിക്കാറില്ല മേക്കപ്പ് ഓർ സ്കിൻ കെയർ ചെയ്യുന്നത്. ബട്ട് ഫുൾ ഒരു ഈവൻ ആയിട്ട് വെക്കുക. ഫ്രം ഹിയർ ടു നെക്ക് നമ്മൾ ഫുള്ള് കവറേജ് ആക്കി വെക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ കളറും മേക്കപ്പ് ചെയ്യുമ്പോൾ ഡിഫറൻസ് നല്ല മനസ്സിലാവും. ഇറ്റ്സ് ഇനഫ് ബിക്കോസ് ഇതൊരു ബിഗിനേഴ്സിനുള്ള മേക്കപ്പ് എന്ന് പറയാം. ലൈക്ക് ജസ്റ്റ് ബിഗിനേഴ്സ് മേക്കപ്പ് ലൈറ്റ് ആയിട്ട് എവറി ഡേ മേക്കപ്പ് ലുക്ക് എന്ന് നമുക്ക് പറയാനും പറ്റും. നോട്ട് ഫോർ എ പാർട്ടി ആൻഡ് ഓൾ, ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള സിമ്പിൾ ഹെവി സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. So done with compact. You can observe ഒരു മാറ്റ് ഫിനിഷ് ആണ് ഇപ്പോൾ ഉള്ളത്. കാലി ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലി പോലെ ഫീൽ ഉണ്ടാവും. പക്ഷെ ഈ ഒരു കോമ്പാക്ട് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഫുൾ മാറ്റ് ഫിനിഷ്. സോ വാട്ട് യു ഗോണ ഡു നെക്സ്റ്റ്? ഞാൻ വിചാരിക്കുന്നു ഓക്കെ ടിൻറ്റ് ഇടാന്ന് വിചാരിച്ചു. ഇറ്റ്സ് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് ആണ്. ഇബയുടെ ടൈംലെസ് മോക്ക എന്നാണ്. ദിസ് ഇസ് മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ഫ്രം ഇബ. സീരിയസ്ലി ലാസ്റ്റ് ടൈം ഞാൻ വർക്ക് ചെയ്തതാണ്. ഇതിൽ 2 ഷെയ്ഡ്സ് ഉണ്ട്, വേറെ ഒരു ന്യൂഡ് ഷെയ്ഡും ഉണ്ട്. ഐ ജസ്റ്റ് ലവ് ദിസ്. എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് ഐലും യൂസ് ചെയ്യാം ഒരു നോർമൽ മേക്കപ്പ് ലുക്കിന്. സ്പ്രെഡ് ചെയ്യാം. നല്ല ചീക്സ് ഒക്കെ നാളെ ചുമന്നു. ഓ നോ. സ്പ്രെഡ് ചെയ്തത് പതുക്കെ ജെന്റിലി എന്താ വെച്ചാൽ മറ്റൊരു സ്കിന്നിൽ പോകണ്ടല്ലോ ചേച്ചി, പതുക്കെ ചെയ്യണം. മൈ സ്കിൻ ഗെറ്റ് ഹേർട്ട് സൂൺ. എപ്പോഴും പെട്ടെന്നായിരിക്കും എല്ലാം പണി കിട്ടും. ഒന്ന് പതുക്കെ ചെയ്യണം. പതുക്കെ ഒരു കൊച്ചിൻ്റെ സ്കിന്ന് പിടിക്കണം പോലെ പതുക്കെ പിടിച്ച്. ഓക്കെ, ഇപ്പം നാച്ചുറലായിട്ട് ചിരിച്ച് ഒരു ഇതേപോലെ ഉണ്ട്. ആക്ച്വലി നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന എപ്പോൾ അറിയോ? ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ച് വരുമ്പോഴായിരിക്കും ഫുള്ള് മൊത്തം ചുമന്നിരിക്കും. അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലഷ് വന്ന പോലെ ഉണ്ടാവും. ബ്ലഷ് വരുമ്പോഴത്തേക്കും ഒരു ബ്ലഷ് സീരിയസ്ലി യു ജസ്റ്റ് ഹാവ് ദിസ്. ഇത് നല്ലൊരു ടിന്റ് ആണ്. നമുക്ക് ഇതിൽ തന്നെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ വി ക്യാൻ വെറ്റ് ഓൺ ഐസിന്റെ മുകളിലിടാം, ചീക്കിലിടാം, ലിപ്പിലിടാം. ഇറ്റ്സ് റിയലി ഗുഡ്. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം ചെയ്യാം, ഇത് കണ്ണിലും ഇടാൻ പോകണം. നമുക്കൊരു നോർമൽ ലുക്ക് ആയതുകൊണ്ട് ഓഫ് യൂസിങ് ഐ ഷാഡോ പാലറ്റ്സ്. എനിക്ക് 2 ഐ ഷാഡോ പാലറ്റ്സ് ഉണ്ട്. ബട്ട് വി ആർ നോട്ട് ഗോണ യൂസ് ദാറ്റ്. ഒരു നോർമൽ മേക്കപ്പ് ലുക്ക് അല്ലേ, അതുകൊണ്ട് ഹെവി ഗ്ലിറ്റേഴ്സ് ഒന്നും വേണ്ട. ഫുൾ മാറ്റ് ആക്കാന്ന് വിചാരിച്ചു. അതുമല്ല നമ്മുടെ ഉള്ള കുറച്ച് ഐറ്റം ആയാലും മതി, നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാം. ഞാൻ ലിപ്സ്റ്റിക്ക് വേറെ കളറും കൂടി മിക്സ് ചെയ്യാന്ന് വിചാരിക്കും. അതിനാണ് ഞാൻ പറഞ്ഞത്.
ആ ലിപ്സ്റ്റിക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തന്നെ കളർ നോക്കാൻ വേണ്ടി ഇത് ലൈറ്റായിട്ട് ഇട്ടു. സോ കണ്ണിൽ സോനും ലൈറ്റ് ആയിട്ട് ടിന്റ് ഇട്ടിട്ടുണ്ട്. എന്റെ പല വീഡിയോസിലും പല പിക്സിലും നിങ്ങൾ പല പല കണ്ണിന്റെ എക്സ്പെരിമെന്റ്സ് ഉണ്ട് കണ്ടിട്ടുണ്ടാവും. പച്ച, മഞ്ഞ, ഗ്ലിറ്റേഴ്സ് അങ്ങനെ രണ്ടും. ബിക്കോസ് ഐ ലവ് ഡൂയിങ് ഐ മേക്കപ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില പ്രാവശ്യം ബേബി ചോദിക്കും ആരെങ്കിലും വന്ന് ഇടിച്ചിട്ടുണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാം. ഡാർക്ക് കളേഴ്സ് ഐ ജസ്റ്റ് ലവ് ലേണിംഗ് എനിത്തിങ്. അപ്പോ ഇപ്പൊ സോനും ലൈറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളൂ ആസ് ഇറ്റ് ഈസ് എ ബേസിക് മേക്കപ്പ്. ഓക്കെ, നോർമൽ മേക്കപ്പ് ആയതുകൊണ്ടിട്ട്. അപ്പൊ ഇനിയും കണ്ണിൽ കുറച്ച് ബാക്കിയുണ്ട് ഇടാൻ. കണ്ണ് കുറച്ചുകൂടി അട്രാക്ട് ആവാൻ വേണ്ടിയിട്ട് വി ആർ ഗോയിങ് ടു യൂസ് ഇവയുടെ ലോങ് സ്റ്റേ ലിക്വിഡ് ഐലൈനർ ആണ്. നല്ല അടിപൊളി ഐലൈനർ ആണ്. നല്ല രീതിയിൽ നമുക്ക് നിൽക്കും ആൻഡ് സ്പ്രെഡ് ഒന്നും ആവൂല. നല്ല വാട്ടർ പ്രൂഫ് ആണ്. ഇത് അടിപൊളിയാണ്. സോ വിങ്ക് ഇടുമ്പോഴാണ് നമുക്കൊരു ഭംഗി കാണാൻ. ഒരു പെർഫെക്ഷൻ. പിടിച്ചോ. സോ ഐലൈനർ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് കാജലാണ്. ഇവയുടെ വാട്ടർ പ്രൂഫ് സ്മച്ച് പ്രൂഫ് കാജലാണ് ആൻഡ് ഓൾസോ ഇറ്റ്സ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്. ഇവിടെ എല്ലാ പ്രോഡക്ട്സും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നല്ലൊരു ഡാർക്ക് നല്ല കളറാണ് ഈ കാജലിന്. എപ്പോഴും എഴുതുമ്പോൾ മുകളിലും എഴുതണം. കണ്ണൂട്ടിയൊന്നും ഞാൻ പിടിക്കട്ടെ. കണ്ണൂട്ടി എപ്പോഴും മുകളിൽ എഴുതണം, അല്ലെങ്കിൽ താഴത്തെ കാജലും പോവും കണ്ണടച്ചടിച്ച്. സോ ഐലൈനർ ആൻഡ് കാജലൊക്കെ എഴുതി കഴിഞ്ഞു. അടുത്തത് എന്റെ ഐ മേക്കപ്പിൽ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് മസ്കാര. ഇവിടെ ബ്ലാക്ക് ആൻഡ് ബോൾഡ് 24 hours HD മസ്കാര ആണ്. മസ്കാര യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കണ്ണിന്റെ മേക്കപ്പ് ഇറ്റ് ലുക്സ് സോ ഡെപ്ത്. നമ്മളെ കണ്ണ് നല്ല ഡെപ്ത് ആയിട്ട് കാണുന്നതാണ്. നല്ലൊരു ലുക്ക് ആയിരിക്കും. വിതൗട്ട് മസ്കാര ഐ മേക്കപ്പ് ഇറ്റ്സ് റിയലി ഇൻകംപ്ലീറ്റ് ആൻഡ് ദിസ് ഇസ് വാട്ടർ പ്രൂഫ് ആണ്. വാട്ടർ പ്രൂഫ് ആകുമ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്താലും ലാഷസ് നല്ല ലെങ്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇതൊന്നും പോവില്ല. ലൈക്ക് നമ്മൾ എന്താ ഓയിലൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ നല്ലോണം കഴുകാൻ മാത്രമേ പോവുള്ളൂ. ജസ്റ്റ് വാട്ടറിലൊക്കെ വാഷ് ചെയ്യുമ്പോൾ പോകുന്നില്ല. പൂളിലൊക്കെ അങ്ങനത്തെ പൂള് നമ്മ അന്ന് എവിടെ കുളിച്ചില്ലേ സ്വിമ്മിംഗ് പൂളിൽ അപ്പൊ പോയിട്ടില്ല. So now definitely you can find the difference of my eyes. Mascara irumbo entirely a different look ആണ്. So last but not the least, what it is? It's
our favorite ലിപ്സ്റ്റിക് ഈ പ്രാവശ്യം ഞാൻ 4 ഷെയ്ഡാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. 4 ഷെയ്ഡാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ബോൾഡ് റെഡ്, ന്യൂഡ് അലേർട്ട്, സിനമൺ ചായ് ആൻഡ് ബർഗണ്ടി റെഡ്. ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്സ് ആണ്. നൂഡായാലും ചിലപ്പോൾ ഞാൻ ഇടാറുണ്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ. എവറി ടൈം ഐ പുട്ട് നൂഡ് ആൻഡ് ഓൾ യു ഗൈസ് ആസ്ക് മീ ഇൻ ഇൻസ്റ്റഗ്രാം ഏത് ഷെയ്ഡാണ്. ഓക്കെ, ഐ ജസ്റ്റ് ലവ് ദാറ്റ് ഷെയ്ഡ്സ്. പക്ഷെ ഇന്ന് സോണ എനിക്ക് യൂസ് ചെയ്യാൻ പോണത് ബോൾഡ് റെഡ് അല്ലെ. ഇത് നമ്മുടെ അടുത്ത് ഇല്ല ആക്ച്വലി. ബാക്കി എല്ലാ ഷെയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. വി ഫെൽറ്റ് സോ ഗുഡ് അത് യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ ഇത് പുതിയൊരു ഷെയ്ഡാണ്, അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ കുറച്ച് എല്ലാം മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ബോൾഡ് റെഡ് എന്ന് പറയുന്നത് ബോൾഡ് റെഡ് കളർ എങ്ങനെയാണോ? ബോൾഡ് റെഡ്. അപ്പൊ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ കുറച്ച് ബോൾഡ് ആയിട്ട് ബോൾഡ്. So the final look is here. ഞാൻ ആക്ച്വലി ഈ ഷോട്ടിന് മുമ്പ് ഐ ജസ്റ്റ് ലുക്ക് അറ്റ് ദ മിറർ. ഞാൻ മിറർ കണ്ടായിരുന്നു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സിമ്പിൾ ആയിട്ട് ഒരു ഈ ലിപ്സ്റ്റിക് ഒക്കെ സി മേക്കപ്പ് ഇസ് വെരി സിമ്പിൾ ആൻഡ് ലിപ്സ്റ്റിക് ഇങ്ങനെ ഡാർക്ക് ആക്കിയിട്ടാകുമ്പോൾ ഇറ്റ്സ് എ ന്യൂ ലുക്ക് ടു മീ. ആക്ച്വലി ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ മേക്കപ്പ് ലുക്ക് ഒക്കെ കംപ്ലീറ്റ് ആയി. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം യൂസ് ചെയ്തില്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ സോ കോൺഫിഡൻറ്റ് യുനോ. അത് വേറെ ഒന്നും അല്ല, പെർഫ്യൂംസ് ആണ്. റെയിൻ ഡ്രോപ്സ് ആൻഡ് മിഡ് നൈറ്റ് ബ്ലൂം ആണ്. ഇവിടെ എല്ലാ പെർഫ്യൂമും ദേ ഹാവ് ലോട്ട്സ് ഓഫ് പെർഫ്യൂംസ്. ഭയങ്കര നല്ല സ്മെല്ലാണ്. മൈൽഡ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇങ്ങനെ നമുക്ക് കുത്തലുണ്ടാവില്ല. ഐ ഡോണ്ട് ലൈക്ക് സച്ച് പെർഫ്യൂംസ്. അതിൽ രണ്ടാണ് ഇതും. നൗ ഐ ആം ഗോണ യൂസ് റെയിൻ ഡ്രോപ്സ് ബിക്കോസ് ഇറ്റ്സ് മൈ ഫേവറേറ്റ്. ഇത് നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. നമ്മളെ പേഴ്സിലൊക്കെ വെച്ച് നടക്കാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. Nice smell. I just loved it. Okay, so this is our new makeup look, new year makeup look. സോ ഈ ഒരു ലുക്ക് ഞാൻ എന്തായാലും പുറത്തു പോകുമ്പോൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഇത്ര അധികം പ്രോഡക്ട്സ് യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രസന്റ്ലി ദിസ് ലിപ്സ്റ്റിക്. ബോൾഡ് റെഡ് ലിപ്സ്റ്റിക് ഇസ് വെരി നൈസ്. ഇറ്റ് ഗിവ്സ് മച്ച് അട്രാക്ഷൻ ടു യുവർ ഫേസ്. നല്ലൊരു ബ്രൈറ്റ് ലുക്കാണ് തരുന്നത്. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ആൻഡ് ഗൈസ്, ഇതിൽ എല്ലാ പ്രോഡക്ട്സിലും നിങ്ങൾക്കും ഇപ്പൊ കണ്ടിട്ട് ഏതെങ്കിലും വൺ ഓർ ദ അതർ തിങ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി യു ക്യാൻ ബൈ ത്രൂ ഇവ വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം. ആൻഡ് there when you use Mashura20 എന്നുള്ള പ്രൊമോ കോഡ് യൂസ് ചെയ്താൽ you will get 20% offer on whatever the products you gonna buy. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് പല എക്സ്പെരിമെന്റ്സും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? So we'll come up with some games and all, right? Makeup വെച്ചിട്ട് നമ്മൾ എന്തായാലും ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ പോണ കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്. So guys, you guys to enjoy new year. Once again wishing you happy new year. Stay happy. So we'll see you all in our next video. Until then,